നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. നെഹ്റു ട്രോഫി ജലോത്സവത്തിന് ഒരുക്കം പൂർത്തിയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 21 ചുണ്ടൻ വള്ളങ്ങളാണ് ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. സ്വർണ്ണവില സംസ്ഥാനത്ത് റെക്കോർഡ് ഉയരത്തിൽ. പവന് 520 രൂപ വർദ്ധിച്ചു. 4 ദിവസത്തിനുള്ളിൽ പവന് 1360 രൂപയുടെ വർധനവ്. നീണ്ടകര പരിമണത്ത് പെഡസ്ട്രൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. പരിമണത്ത് പ്രതിഷേധ സംഗമം. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സംഗമം. വിശദമായ വാർത്തകളിലേക്ക്. നെഹ്റു ട്രോഫി ജലോത്സവത്തിന് ഒരുക്കം പൂർത്തിയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. 21 ചുണ്ടൻ വള്ളങ്ങളാണ് ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. വേമ്പനാട്ടുകായലിൽ പുന്നമടയിലെ നെട്ടായം ശനിയാഴ്ച ഉണരും. ശനിയാഴ്ചയാണ് പ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുന്നത്. കായലിന്റെ 1150 മീറ്റർ നീളത്തിൽ 4 ടാക്കുകളിലായി ചാലുകേറി വെള്ളത്തിലെ കരിവീരന്മാർ കുതിച്ചുപായും. രാവിലെ 11 മുതലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഇത്തവണ 21 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. ചുരുളൻ വിഭാഗത്തിൽ 3-ഉം, ഇരുട്ടുകുത്തി എ വിഭാഗത്തിൽ 5-ഉം, ഇരുട്ടുകുത്തി ബി വിഭാഗത്തിൽ 18-ഉം, ഇരുട്ടുകുത്തി സി വിഭാഗത്തിൽ 14-ഉം, വെപ്പ് എ വിഭാഗത്തിൽ 5-ഉം, വെപ്പ് ബി വിഭാഗത്തിൽ 3-ഉം, തെക്കനോടി തറ വിഭാഗത്തിൽ 2-ഉം, തെക്കനോടി കെട്ട് വിഭാഗത്തിൽ 4-ഉം ഉൾപ്പെടെ ആകെ 75 യാനങ്ങളാണ് ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 2-ന് ജലോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കും. സിംബാബ്വെ ഡെപ്യൂട്ടി മന്ത്രി രാജേഷ് കുമാർ ഇന്ദുകാന്ത് മോദി പങ്കെടുക്കും. രാവിലെ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ നടക്കും. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സും ചെറുവള്ളങ്ങളുടെ ഫൈനലും നടക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ വൈകിട്ട് 4-നാണ്. മികച്ച സമയം കുറിക്കുന്ന 4 ചുണ്ടൻ വള്ളങ്ങളാണ് നെഹ്റു ട്രോഫിക്ക് വേണ്ടിയുള്ള ഫൈനലിൽ പോരാടുക. വള്ളങ്ങൾ ഫിനിഷ് ചെയ്ത സമയം മില്ലി സെക്കൻഡ് വരെ രേഖപ്പെടുത്തും. ഒന്നിലേറെ വള്ളങ്ങൾ ഒരേ സമയം കുറിച്ചാൽ നറുക്കെടുപ്പിലൂടെ വിജയിയെ നിശ്ചയിക്കും. വള്ളംകളി പ്രമാണിച്ച് കൂടുതൽ ബസ്, ബോട്ട് സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. നീണ്ടകര പരിമണത്ത് പെഡസ്ട്രൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സംഗമം നടത്തി. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സംഗമം നടത്തിയത്. NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത 66-ൽ നീണ്ടകര പരിമണം ജംഗ്ഷനിൽ പെഡസ്ട്രൽ അടിപ്പാത അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തിയത്. നീണ്ടകരയിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് പരിമണം. പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകളും ആശുപത്രികളും ക്ഷേത്രവും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഈ ഭാഗത്ത് പെഡസ്ട്രൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ഏറെക്കാലമായി ഉയരുന്നുണ്ട്. ഈ ആവശ്യം ചൂണ്ടിക്കാട്ടി സംയുക്ത സമരസമിതി സമരരംഗത്താണ്. പെഡസ്ട്രൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യമുയർത്തിയാണ് പരിമണത്ത് സംയുക്ത സമരസമിതി പ്രതിഷേധ സംഗമം നടത്തിയത്. NK പ്രേമചന്ദ്രൻ MP സംഗമം ഉദ്ഘാടനം ചെയ്തു. ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട സമരത്തോടും 100% ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പാർലമെന്റ് അംഗമെന്ന നിലയിൽ തീർച്ചയായും ഇത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഇന്ന് ഈ സമ്മേളനത്തിൽ ഉറപ്പു നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാങ്കേതികമാണ് പ്രശ്നം. സാങ്കേതികമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ശ്രീ രാജീവൻ സാങ്കേതിക പ്രശ്നവും സാമ്പത്തിക പ്രശ്നവും ഈ സമരം ആരംഭിക്കുന്നതിനുണ്ടായ കാലതാമസത്തിന് ആധാരമായ കാരണവും ഒക്കെ വളരെ ഭംഗിയായി കുറിച്ചു വെച്ച് കൊണ്ടുവന്നിട്ടാണ് വിശദമായി ഇവിടെ പ്രതിപാദിച്ചത്. ആ വിഷയത്തോടൊന്നും വിയോജിപ്പില്ല. ഇതിന്റെ ഒരു അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാർഗറ്റഡ് വർക്ക് വളരെ വ്യക്തമായി കൃത്യമായി കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇത് നിരന്തരമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പ് സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥരുമായിട്ടും നിരന്തരമായി വിലയിരുത്തുകയും കേന്ദ്ര ഗവൺമെന്റ് ഇനിയും ഈ കാര്യത്തിൽ ഇങ്ങനെ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കർക്കശമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA മുഖ്യ പ്രഭാഷണം നടത്തി. ഈ പഞ്ചായത്തിലെ നല്ല ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ എത്തിപ്പെടേണ്ട ഒരു പ്രദേശമാണ്. കാരണം ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അധികാരങ്ങൾ എല്ലാം നിൽക്കുന്ന, ഓഫീസുകളെല്ലാം നിൽക്കുന്ന ഒരു കേന്ദ്രം എന്നുള്ള രീതിയിലും ഒക്കെ തന്നെ വളരെ പ്രമുഖ സ്ഥാനമാണുള്ളത്. ഇതിനെല്ലാം അതിജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടി വരും. എന്തായാലും നമ്മുടെ സമരം അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ നേടുന്നതിന് മതിയായി നമ്മൾ ആഗ്രഹിക്കുകയും മതിയായി അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഈ പ്രകൃതി തന്നെ ഒരുക്കി തരും എന്നാണ് പറയുന്നത്. ആ രീതിയിലേക്ക്
ഇവിടെയും ഒരു പെഡസ്ട്രിയൻ അണ്ടർപാസ് എന്ന വളരെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യം തീർച്ചയായിട്ടും അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. സമരസമിതി ചെയർമാൻ എസ് ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കൺവീനർ ജി രാജീവൻ പിള്ള സ്വാഗതം പറഞ്ഞു. നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ, വി ബേബിരാജൻ, സേതുലക്ഷ്മി, രജനി, ശരത് കുമാർ, അഡ്വക്കേറ്റ് സേതുനാഥപിള്ള, ലതീശൻ കെ, വേദവ്യാസൻ, യു പുഷ്പരാജൻ, എസ് മന്മഥൻ, സാബു, വരദരാജൻ, ഗോപാലകൃഷ്ണപിള്ള പി, യു രാജു, കെ ബാബു, ബി പ്രദീപ്, ഡി ജയകുമാർ, സന്തോഷ് കുമാർ ജി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. സ്വർണ്ണവില സംസ്ഥാനത്ത് റെക്കോർഡ് ഉയരത്തിൽ. പവന് 520 രൂപയാണ് വർദ്ധിച്ചത്. ഓഗസ്റ്റ് 8-ന് രേഖപ്പെടുത്തിയ അതേ റെക്കോർഡിലേക്കാണ് വെള്ളിയാഴ്ച സ്വർണ്ണവില എത്തിയത്. 4 ദിവസത്തിനുള്ളിൽ പവന് 1360 രൂപയുടെ വർധനമാണ് ഉണ്ടായത്. സ്വർണ്ണവില കേരളത്തിൽ വീണ്ടും റെക്കോർഡ് ഉയരത്തിലെത്തി. പവന് 520 രൂപ ഉയർന്ന് 75,760 രൂപയായി. ഗ്രാമിന് 65 രൂപയാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റ് 8-ന് രേഖപ്പെടുത്തിയ അതേ റെക്കോർഡിലേക്കാണ് വെള്ളിയാഴ്ച വില വീണ്ടും തിരിച്ചെത്തിയത്. കഴിഞ്ഞ 4 ദിവസത്തിനിടെ മാത്രം ഗ്രാമിന് 170 രൂപയും പവന് 1360 രൂപയുമാണ് വർദ്ധിച്ചത്. 3% GSTയും 53.10 രൂപ ഹോൾമാർക്ക് ചാർജും 3 മുതൽ 35% വരെ പണിക്കൂലിയും കൂടി ചേരുമ്പോൾ വിലവർധനയുടെ ഭാരം ഇതിലും ഏറെയാണ് എന്നത് ഉപഭോക്താക്കളെ വലയ്ക്കും. സംസ്ഥാനത്ത് 18 ക്യാരറ്റ് സ്വർണ്ണവില വെള്ളിയാഴ്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉയരത്തിലെത്തി. ഗ്രാമിന് 55 രൂപ വർദ്ധിച്ച് വില 7,830 രൂപയായി. അതേസമയം ഒരു വിഭാഗം വ്യാപാരികൾ 55 രൂപ ഉയർത്തി 7,775 രൂപയിലാണ് 18 ക്യാരറ്റ് സ്വർണം വ്യാപാരം ചെയ്യുന്നത്. 14 ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 45 രൂപ വർദ്ധിച്ച് 6,055 രൂപയും 9 ക്യാരറ്റ് വില 35 രൂപ ഉയർന്ന് 3,915 രൂപയുമായി. US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന് മേൽ തന്റെ സ്വാധീനം ശക്തമാക്കാനുള്ള ട്രംപിന്റെ നടപടികളാണ് സ്വർണ്ണവിലയുടെ കുതിപ്പിന് പ്രധാന കാരണം. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ. മഹാത്മാ അയ്യങ്കാളിയുടെ 162ാം ജന്മദിനാഘോഷം ശാസ്താംകോട്ടയിൽ സംഘടിപ്പിച്ചു. KPMS കുന്നത്തൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് ജയന്തി ആഘോഷം നടത്തിയത്. പ്രണാമം 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 ശ്രീമദ് അയ്യങ്കാളി ജയ, പ്രണാമം മഹാത്മാ, പ്രണാമം യുഗാത്മാ. മഹാത്മാ അയ്യൻകാളിയുടെ 162ാമത് ജന്മദിനാഘോഷമാണ് KPMS കുന്നത്തൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ടയിൽ നടത്തിയത്. ജയന്തി ആഘോഷങ്ങൾ കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം ചെയ്തു. ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ആ ജനവിഭാഗത്തെ സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് വളർത്തിയെടുക്കാൻ കാളി എന്ന നാമകരണത്തിൽ അറിയപ്പെടുന്ന മഹാത്മാ അയ്യങ്കാളി, അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇന്ന് ഇങ്ങനെ നമ്മുടെ കസേരകളിൽ വന്നിരിക്കാനും മൈക്രോഫോണിന്റെ മുന്നിൽ വന്ന് സംസാരിക്കാനും അവസരം ലഭിച്ചിട്ടുള്ളതും മഹാത്മാ അയ്യങ്കാളിയുടെ പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ട് മാത്രമാണ്. ആരാധനാലയങ്ങളിൽ പോയി ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന ഘട്ടം, ദാഹിക്കുന്നു അല്പം അയലത്തുകാരന്റെ കിണറ്റിൽ നിന്നും വെള്ളം കോരിക്കുടിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയില്ല. യൂണിയൻ പ്രസിഡന്റ് വട്ടവിള രമേശൻ അധ്യക്ഷത വഹിച്ചു. TN ശിവദാസൻ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ഗീത, M രജനി, രാജീവ് പ്രസാദ്, ഉല്ലാസ് കോവൂർ, T അനിൽ, K സജികുമാർ, K മധു, റിജി ആരണ്യകം, N സത്യൻ, D രാധാകൃഷ്ണൻ, R രാജൻ, K പ്രസന്നൻ, ശ്രീനിവാസൻ, V രാധാകൃഷ്ണൻ ചിത്തിര, B സജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. LP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഓണക്കോടി വിതരണം ചെയ്ത് വേറിട്ട ഓണാഘോഷം. ഓച്ചിറ മടത്തിൽ കാരാൺമ ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഓണക്കോടി നൽകിയത്. വിവിധ കലാപരിപാടികളും നടന്നു. ഓണസദ്യയും ഒരുക്കി. ഓച്ചിറ മടത്തിൽ കാരാൺമ ഗവൺമെന്റ് LP സ്കൂളിലാണ് മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓണക്കോടി സമ്മാനമായി നൽകിയത്. സ്കൂളിലെ ഓണാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു ഓണക്കോടികൾ നൽകിയത്. ഓണസദ്യയും ഒരുക്കിയിരുന്നു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. CR മഹേഷ് MLA ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ UPS വിനോദി വാർഡിലെ നേതൃത്വത്തിൽ മെമ്പറായിരുന്നു. അങ്ങനെ ഒരാളിൻ്റെ നേതൃത്വത്തിൽ മുഴുവൻ കുട്ടികൾക്കും ഓണപ്പുടവ കൊടുക്കുന്നത് ആദ്യത്തെ ഒരു സംഭവമായിരിക്കും. അതിന് അദ്ദേഹത്തിനോട് സ്കൂളിലെ HM ഉൾപ്പെടെയുള്ള അധ്യാപകരോട് ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. നമുക്ക്
ഈ സ്കൂളിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പറയുന്നത് പോലെ 50 കുട്ടികളെ ഉള്ളൂ. 53 കുട്ടികളാണ്. അത് പോരാ. അപ്പോൾ ഞാൻ നമ്മുടെ സതീഷിനോട് പറയുകയായിരുന്നു, ഉടൻ തന്നെ ഒരു സ്കൂൾ വികസന സമിതി വിളിച്ച് ചേർത്ത് ഞാനുൾപ്പെടെ നമ്മളെല്ലാവരും കൂടി വീടുകളിൽ കയറി ഈ സ്കൂളിൻ്റെ പാരമ്പര്യം ഒരു സ്മാരകം പോലെ ഭാവിയിലെ കുഞ്ഞുങ്ങൾക്ക്. പഞ്ചായത്ത് അംഗം മാളു സതീഷ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാൻ BS വിനോദ, പ്രഥമാധ്യാപിക ബിന്ദു, SMC ചെയർമാൻ ഷീബ, കയ്യാലത്തറ ഹരിദാസ്, സതീഷ് പള്ളിയമ്പിൽ, ഹീര, രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ഓച്ചിറയിൽ ജനസമ്പർക്ക പരിപാടി നടത്തി. അയ്യങ്കാളി സാംസ്കാരിക മഹാസഭയാണ് ജനസമ്പർക്ക പരിപാടി നടത്തിയത്. അയ്യൻകാളി സാംസ്കാരിക മഹാസഭയുടെ നേതൃത്വത്തിലാണ് ഓച്ചിറയിൽ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചത്. അയ്യൻകാളി ജയന്തിയുടെ ഭാഗമായായിരുന്നു പരിപാടി. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ആരില്ലായിട്ടാലും ഇറങ്ങി ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും ശരി, നവോത്ഥാന നായകന്മാരുടെ കൂട്ടത്തിൽ പേരും പ്രസക്തിയുമുള്ള തെളിഞ്ഞ മുഖമായി മഹാത്മാ അയ്യങ്കാളി മാറും. മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. തൊടിയൂർ കുട്ടപ്പൻ സ്വാഗതം പറഞ്ഞു. മാലിമേൽ സുരേഷ്, സുശീലൻ നവഭാവന, സരസ്വതി, രാജൻ, ഷീജ, ശശി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ആനപ്പെട്ടക്കൊങ്കൽ നെടുമ്പച്ച വനപ്രദേശങ്ങൾ സ്വാഭാവിക വനങ്ങളാകുന്നു. തീരുമാനത്തെ സ്വാഗതം ചെയ്ത് നെടുങ്ങല്ലൂർ പച്ച വനയാത്ര സമിതി. യൂക്കാലിപ്സ്, അക്കേഷ്യ മരങ്ങൾ നീക്കം ചെയ്താണ് വനമേഖലയെ സ്വാഭാവിക വനമാക്കുന്നത്. 2026 നടത്തുന്ന വനയാത്രയിൽ നെടുങ്ങല്ലൂർ പച്ചയിലും യൂക്കാലിപ്സ് നീക്കുന്നിടത്തും വിതറുന്നതിനായി യോജ്യമായ തദ്ദേശീയ ഇനം ഫലവൃക്ഷങ്ങളുടെ 1 ലക്ഷത്തിലധികം വിത്തുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് വനയാത്രാ സമിതി. 2021 ഇക്കോ റെസ്റ്റോറേഷൻ പദ്ധതിയുടെയും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള ബൃഹത്തായ പദ്ധതിയുടെയും ഭാഗമായുള്ള നയത്തിന് അനുസൃതമായാണ് സംസ്ഥാനത്തെ വനപ്രദേശങ്ങളിൽ അക്കേഷ്യ, യൂക്കാലിപ്സ് ഇനങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കി യോജ്യമായ തദ്ദേശീയ ഇനങ്ങളെ നട്ടുപിടിപ്പിക്കാൻ തീരുമാനമെടുത്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നെടുങ്ങല്ലൂർ പച്ച വനത്തോട് ചേർന്ന് കിടക്കുന്ന ആനപ്പെട്ടക്കൊങ്കൽ നെടുമ്പച്ച വനപ്രദേശങ്ങൾ സ്വാഭാവിക വനങ്ങളാക്കി മാറ്റുന്നത്. 1964-65 കേരളത്തിൽ ആദ്യമായി യൂക്കാലിപ്സ് പ്ലാന്റ് ചെയ്ത നെടുമ്പച്ച വനത്തിലാണെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. നെടുമ്പച്ചയിൽ 10ഉം ആനപ്പെട്ടക്കൊങ്കലിൽ 21 ഉൾപ്പെടെ 33 ഹെക്ടർ യൂക്കാലി പ്ലാന്റാണ് മാറ്റുന്നത്. ഈ തടികൾ മുറിച്ച് കോട്ടയം വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയിലേക്കാണ് എത്തിക്കുക. 2026 മെയ്യിൽ നടത്തുന്ന വനയാത്രയിൽ നെടുങ്ങല്ലൂർ പച്ചയിലും യൂക്കാലിപ്സ് നീക്കുന്നിടത്തും വിതറുന്നതിനായി യോജ്യമായ തദ്ദേശീയ ഇനം ഫലവൃക്ഷങ്ങളുടെ 1 ലക്ഷത്തിലധികം വിത്തുകൾ ശേഖരിക്കാനുള്ള തീരുമാനത്തിലാണ് വനയാത്രാ സമിതി. വർഷങ്ങളായി വനയാത്രാ സമിതിയും പരിസ്ഥിതി സംഘടനകളും ഈ ആവശ്യം നിരന്തരമായി ഉന്നയിച്ചിരുന്നു. രൂക്ഷമായ വരൾച്ചയ്ക്കും ജലക്ഷാമത്തിനും വന്യജീവി ആക്രമണത്തിനും ഇടയാക്കിക്കൊണ്ട് പശ്ചിമഘട്ട വനത്തെയാകെ തകർത്ത യൂക്കാലിപ്സും അക്കേഷ്യയും നീക്കം ചെയ്ത് സ്വാഭാവിക വനമാക്കാനുള്ള തീരുമാനത്തിന് എല്ലാ പിന്തുണയും സഹായവും നൽകാൻ വനയാത്രാ സമിതി തീരുമാനിച്ചു. യോഗത്തിൽ പ്രസിഡന്റ് AT ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. V അശോകൻ, V ജയദേവൻ, N സോമരാജൻ, V സന്തോഷ് കുമാർ, ജോസ് ഡേവിഡ്, ജോയി എരിയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. റോട്ടറി ക്ലബ്ബ് ഓഫ് കൊയിലോൺ ഹെറിറ്റേജിന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. നെടുമ്പാറ TCNM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഓണക്കിറ്റ് വിതരണം ചെയ്തത്. അഞ്ചൽ റേഞ്ച് ഏഴംകുളം സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട നാട്ടുകല്ല് വനസംരക്ഷണ സമിതി അംഗങ്ങൾക്കുള്ള ഓണക്കിറ്റ് വിതരണമാണ് നടത്തിയത്. ഏഴംകുളം ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അഭിലാഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻകാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ PSS ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നത്. നമുക്കങ്ങനെ PSS ഒരിക്കലും ചുരുങ്ങേണ്ട കാര്യമല്ല. മുമ്പോട്ട് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കണം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരണം. സെക്രട്ടറിക്ക് നടുവയെങ്കിലും ഇരുത്തി കാര്യങ്ങൾ ചെയ്യിച്ചോളാം. ചെക്ക് ഡാം, ഗള്ളി, ഒരുപാട് സാമ്പത്തികമായി നേട്ടമുണ്ടാകുന്ന ജോലികൾ നിങ്ങൾ മുമ്പോട്ട് നിങ്ങളുടെ അഭിപ്രായം കൊണ്ടുവരണം. അതനുസരിച്ച് സെക്രട്ടറി കൊണ്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കി നമുക്ക് മേലധികാരി മുഖേന സമർപ്പിച്ചുകൊണ്ട്
നമുക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ജീവിത രീതി മെച്ചപ്പെടുത്തുന്നതിനെല്ലാം നിങ്ങൾ മുൻപോട്ട് വരണം. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടെ നിന്ന് നിങ്ങൾ മാർഗദർശികളെല്ലാം അനുഭവ സമ്പത്തുള്ള ഉദയനൊക്കെ ഉണ്ട്. VSS പ്രസിഡന്റ് രതീഷ് അധ്യക്ഷത വഹിച്ചു. വനസംരക്ഷണ സമിതി സെക്രട്ടറിയും ഏഴംകുളം സ്റ്റേഷൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായ രമ്യ JS, ഏഴംകുളം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അമ്പിളി, വൈസ് പ്രസിഡന്റ് യശോദ, ഉദയകുമാർ, ശാലിനി എന്നിവർ പങ്കെടുത്തു. നമ്മുടെ സെക്രട്ടറിയുടെ ഒരു കഴിവുകൊണ്ട് എല്ലാവർക്കും 1000 രൂപയ്ക്ക് പുറത്തുള്ള ഓണക്കിറ്റ് വിതരണം ഈ വർഷം നാട്ടുകാർക്ക് കൊച്ചരിപ്പ, വഞ്ചിയോട് ഈ പ്രദേശങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ആദ്യമായിട്ടാണ് ഇവിടെ കിറ്റ് വിതരണം ചെയ്യുന്നത്. നല്ലൊരു കിറ്റ് വിതരണം, അതായത് ഈ ഒരു കിറ്റ് ഉണ്ടെങ്കിൽ ഒരു 2-4 പേരുള്ള ഒരു കുടുംബത്തിൽ നന്നായിട്ട് നമുക്കൊരു 4 ദിവസം ഓണം തിന്നാനുള്ള ഒരു പദ്ധതിയാണ് ഇവർ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ആഘോഷങ്ങൾ ജനങ്ങളുടെ സന്തോഷം ഇരട്ടിയാക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. പത്തനാപുരത്ത് ഫ്ലവർ ഷോയും ഓണം ഫെസ്റ്റും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൂവും പൂവിളിയുമായി അത്തം പിറന്നതിന്റെ ആഘോഷം കൂടിയായിരുന്നു പുഷ്പമേളയും ഓണം ഫെസ്റ്റും. ആദ്യമായാണ് പത്തനാപുരത്ത് പുഷ്പമേള സംഘടിപ്പിക്കുന്നത്. ആഘോഷങ്ങൾ ജനങ്ങളുടെ സന്തോഷം ഇരട്ടിയാക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. പത്തനാപുരത്ത് ഫ്ലവർ ഷോയും ഓണം ഫെസ്റ്റും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൂവും പൂവിളിയുമായി അത്തം പിറന്നതിന്റെ ആഘോഷം കൂടിയായിരുന്നു പുഷ്പമേളയും ഓണം ഫെസ്റ്റും. ആദ്യമായാണ് പത്തനാപുരത്ത് പുഷ്പമേള സംഘടിപ്പിക്കുന്നത്. ഇല്ലായ്മകളിൽ നിന്നും കരകയറുന്ന ജനതയ്ക്ക് ഓണാഘോഷം വാനോളം സംതൃപ്തി നൽകുന്നതാണെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ഇത്തരം ആഘോഷങ്ങളിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഒരു മേഖലയാണ് നമുക്കറിയാം. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ എല്ലാ മേളകളും വിജയിച്ചിട്ടുണ്ട്. ഈ മേള വളരെ വ്യത്യസ്തമായ നിലയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഗംഭീരമായി ഒരുക്കുവാൻ ഇതിന്റെ സംഘാടകർ കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിന്റെ പഞ്ചായത്ത് മെമ്പർമാരുടെ ഓരോരുത്തരുടെയും സജീവമായ പിന്തുണയും പഞ്ചായത്തിന്റെ ഒരു വലിയ സപ്പോർട്ടും ഇതിന്റെ ഇത്തരത്തിലൊരു പദ്ധതി തുടങ്ങുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിന് വേണ്ടി ആദ്യം NSSനെ സമീപിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് പഞ്ചായത്തുമായി സഹകരിക്കുകയാണെങ്കിൽ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പഞ്ചായത്തിനെ സമീപിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ എല്ലാ അംഗങ്ങളും ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ അവർ തീരുമാനിച്ചു. പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും സാംസ്കാരിക ഘോഷയാത്രയോടെയായിരുന്നു ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. NSS ഗ്രൗണ്ടിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പത്തനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി, ജില്ലാ പഞ്ചായത്ത് അംഗം സുനിത രാജേഷ്, K സുലോചന, ബൽക്കീസ് ബീഗം, തൗസിയ മുഹമ്മദ്, മണി സോമൻ, സലൂജ ദിലീപ്, CR നജീബ് എന്നിവർ പങ്കെടുത്തു. സെപ്റ്റംബർ 22 വരെയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് കോർഡിനേറ്റർമാരായ അനീഷ്, അഫ്സൽ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. നെഹ്റു ട്രോഫി ജലോത്സവത്തിന് ഒരുക്കം പൂർത്തിയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 21 ചുണ്ടൻ വള്ളങ്ങളാണ് ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. സ്വർണ്ണവില സംസ്ഥാനത്ത് റെക്കോർഡ് ഉയരത്തിൽ. പവന് 520 രൂപ വർദ്ധിച്ചു. 4 ദിവസത്തിനുള്ളിൽ പവന് 1360 രൂപയുടെ വർധനവ്. നീണ്ടകര പരിമണത്ത് പെഡസ്ട്രൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. പരിമണത്ത് പ്രതിഷേധ സംഗമം. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സംഗമം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.